GST നിരക്ക് കുറവ് പ്രാബല്യത്തിൽ വന്നതോടെ സാധനങ്ങൾക്ക് പലതിനും വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. നെയ്യ്, വെണ്ണ, സോപ്പ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ആഡംബര കാറുകൾക്ക് വരെ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിനമായ ഇന്ന് വിപണിയിൽ പുതിയ GST നിരക്ക് എത്രത്തോളം ബാധിച്ചു എന്ന് നോക്കാം. പക്ഷേ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പുതിയ നിരക്കിൽ വിൽപ്പന നടത്തുമ്പോൾ ചെറിയ കടകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പല കടകളിലും പല വിലയാണ് ഉള്ളത്. മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്നും അൻഫിലിഡ് ഡിസൂസ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അൻഫിലിഡ്, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം മാർജിൻ ഫ്രീ ഷോപ്പുകളടക്കം വലിയ ഷോപ്പുകളിൽ വിലയിലൊക്കെ മാറ്റമുണ്ട്. പക്ഷേ സാധാരണ ചെറിയ കടകളിൽ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഇടത്ത് കാര്യമായ ഒരു മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ദിവസം എടുക്കും അത്തരത്തിലൊരു രീതിയിലേക്ക് മാറാൻ? GST നിരക്ക് കുറഞ്ഞത് വിപണിയിൽ എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ ഷോപ്പുകളിൽ, അതായത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള ഇടങ്ങളിൽ അതിൽ വലിയ നിരക്കിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ചെറിയ കടകളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പലതും ഇപ്പോഴും MRP അനുസരിച്ചാണ് പോകുന്നത്. ഓരോന്നിൻ്റെയും വില ഏകദേശം 10% അല്ലെങ്കിൽ 5% ഒക്കെ കുറയേണ്ടതാണ്. പക്ഷേ പലതും അങ്ങനെ ചെറിയ കടകളിൽ അത് പ്രാവർത്തികമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫിലിഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിലിഡ്, ചെറിയ കടകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതിനും വിലയിൽ മാറ്റം വന്നിട്ടില്ല. പാലടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ കടകളിലൊക്കെ കാര്യമായ മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് എല്ലായിടത്തും ഒരുപോലെ ഇത് ആകാൻ എത്ര സമയമെടുക്കുമെന്നാണ് കരുതുന്നത്? ഈ വ്യാപാരികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തൊക്കെയാണ്? നരേന്ദ്രമോദി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ തീർച്ചയായും അഖില, ഈ പഴയ സ്ലാബുകൾ, അതായത് GSTയിൽ ഉണ്ടായിരുന്ന 5%, 12%, 18%, 28% എന്നീ സ്ലാബുകൾ ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമാണ്, അതായത് 5%, 18% എന്നീ 2 സ്ലാബുകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഇന്നു മുതലാണ് അത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. അതേസമയം ഇന്ന് പ്രാബല്യത്തിൽ വന്നെങ്കിലും ചെറിയ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർക്കൊന്നും തന്നെയും ആ വില കുറവ് എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം അനുഭവവേദ്യമാകുന്നില്ല. അതായത് വില കുറഞ്ഞ സാധനങ്ങൾ ആ GST കുറഞ്ഞ നിരക്കിൽ ചെറിയ കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുകയില്ല. കാരണം ഇപ്പോഴും അവർക്ക് അതുമായി വ്യക്തത ഇപ്പോഴും വരാനുണ്ട്, ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതേസമയം വലിയ കടകളിൽ, അതായത് സൂപ്പർ മാർക്കറ്റുകൾ, മാർജിൻ ഫ്രീ ഷോപ്പുകൾ പോലുള്ള വൻകിട കടകളിൽ കൃത്യമായ GST ബില്ല് അടിച്ചു നൽകുന്ന കടകൾ, അവിടെ ഇന്ന് മുതൽ സാധനം വാങ്ങാൻ പോകുമ്പോഴാണ് ഈ GST നിരക്ക്, പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ ഏതൊക്കെ സാധനങ്ങളിലാണോ വില കുറയുന്നത് ആ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാകുന്നത് വലിയ കടകളിൽ പോകുമ്പോഴാണ്. അവിടെ കൃത്യമായി തന്നെ ഏതൊക്കെയാണ് സോപ്പ്, നെയ്യ്, മിൽമ പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഈ 5% എന്ന നിരക്കിലേക്ക് GST നിരക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതനുസരിച്ച് സാധനങ്ങളൊക്കെ വില കുറച്ച് നൽകിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടാ, ഈ കൃത്യമായ GST നിരക്കിൽ തന്നെയാണോ വില കുറച്ച് തന്നെയാണോ? ബില്ലിംഗ് ഒക്കെ ഓക്കെ? ബില്ലിംഗ് എല്ലാം ഓക്കെ ആയി. ഇന്നലെ തന്നെ സോഫ്റ്റ്വെയറുകാർ എല്ലാം ഗ്രൂപ്പിലേക്ക് 5%, 18%, 12%, 9% എല്ലാം 5%ത്തിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ നിരക്കിൽ തന്നെയാണ് ബില്ലടിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഭീമമായ ലോസും വരുന്നുണ്ട്. സാധനങ്ങളുടെ മുമ്പ് വാങ്ങിച്ചു പോയ GST കൊടുത്തതിന് നമുക്ക് ഇനി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നഷ്ടം നമ്മൾ സ്വയമേ സഹിക്കാനേ പറ്റത്തുള്ളൂ. സോപ്പ്, നെയ്യ് അതുപോലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും, പനീർ ഉൾപ്പെടെ എല്ലാം കുറച്ചിട്ടുണ്ട്. എല്ലാം GST കുറച്ചിട്ടുണ്ട്. അങ്ങനെ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇന്ന് മുതൽ ഇന്നലെ തന്നെ മാറ്റി, രാത്രി തന്നെ മാറ്റി, ഇന്ന് രാവിലത്തേക്ക് വേണ്ടി. ഇന്ന് ഈ വില കുറച്ച് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഉപഭോക്താക്കള് എന്നാണോ വില കുറയ്ക്കുക, GST വില കുറക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികം ഇന്ന് കടകളിലൊരു തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല. കാരണം ആളുകൾ കോമൺലി ചെറിയ 5 രൂപ 2 രൂപയൊക്കെ വ്യത്യാസങ്ങളല്ലേ വരൂ. ചില സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ പീസ് വാങ്ങുന്നവർക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. അതിൽ 2-3 രൂപയൊക്കെ വ്യത്യാസം വരും. അത് ആളുകളെല്ലാം ഇപ്പോൾ അവയർനെസ് ഉള്ളവരാണ്. ബില്ല് വാങ്ങിച്ച എല്ലാവരും കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച സാധനത്തിൻ്റെ വിലയും ഇപ്രാവശ്യം വാങ്ങുന്ന വിലയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മളാരും ക്ലാസ് എടുക്കേണ്ട, അവരെല്ലാം പഠിച്ചിരിക്കുകയാണ് നമ്മളെക്കാളും. ഓക്കെ, കൃത്യമായി ആ ബില്ലൊക്കെ നോക്കി, GST ബില്ലൊക്കെ കൃത്യമായി എല്ലാം നോക്കി വാങ്ങുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ. എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരും ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവർ നമുക്ക് ക്ലാസ് എടുക്കും. അത്രയും അവയർനെസ് ഉള്ളവരാണ്. അതിനകത്ത് വേറെ ആശയക്കുഴപ്പമില്ല. ഈ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം കൃത്യമായി തന്നെ എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകാർ ഇന്നലെ തന്നെ എൻ്റെ വേറെ സ്ഥാപനത്തിൽ ടാലിക്കാർ ഇന്നലെ രാത്രി തന്നെ ഇന്ന് രാവിലത്തേക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് മാറ്റി തന്നു. ഇനി ആ പ്രസൻറ്റേജിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയറിൽ തന്നെ എല്ലാം മാറ്റം വരുത്തില്ല. ഓക്കെ.
അഖില, തീർച്ചയായും. അതായത് ഈ സാധാരണ സൂപ്പർ മാർക്കറ്റ് കടകളിൽ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളെന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെയും ഏറെക്കുറെ ഈ സോപ്പ്, നെയ്യ്, പാലിൻ്റെ പ്രോഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കുറവ് ബാധകമാവുക. അത് ഈ പാലൊഴികെയുള്ള മറ്റ്, അതായത് വെണ്ണ, നെയ്യ്, ഒപ്പം തന്നെ പനീർ, മറ്റ് ഈ പാലിൻ്റെ ഐസ്ക്രീമിനൊക്കെ വലിയ രീതിയിൽ വില കുറവിൽ വ്യത്യാസമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ മിൽമ പ്രോഡക്ട്സിൻ്റെ ഈ മധുര പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ, ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ വിലക്കുറവ് വിപണിയിൽ ബാധിക്കുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ GSTയിൽ വിലക്കുറവ് വരുമ്പോൾ, അതായത് ഈ 18% നിന്നും ഈ 5% മാറുന്ന ആ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഇതൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലാണ്. അതായത് GST നിരക്ക് കൃത്യമായി GST ബില്ല് അടിച്ചു തന്നെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഇന്ന് രാവിലെ മുതൽ, നേരത്തെ ഇപ്പോൾ കടയുടെ ഓണർ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ അവർ ഈ സിസ്റ്റം മുഴുവനും, സോഫ്റ്റ്വെയർ മുഴുവൻ അപ്ഡേറ്റഡ് ആയി പുതിയ നിരക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ അതേസമയം GST ബാധകമല്ലാത്ത കടകൾ, ഈ 40 ലക്ഷത്തിന് താഴെ വിറ്റുവരവുള്ള കടകളിലൊന്നും തന്നെ GST ബാധകമാകുന്നില്ല. അത് ചെറിയ കടകളാണ്. ആ ചെറിയ കടകളിൽ ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതേ ബിസ്ക്കറ്റ് തന്നെ, ഇതേ കമ്പനിയുടെ ബിസ്ക്കറ്റ് നമ്മൾ ഒരുപക്ഷെ ചെറിയ കടകളിൽ ഇന്ന് പോയി വാങ്ങുകയാണെങ്കിൽ അത് തലേ ദിവസത്തെ, അത് ഇന്നലെ വരെ ഏത് വിലയായിരുന്നോ അതേ വിലയിൽ തന്നെ നമുക്ക് വാങ്ങേണ്ടി വരും. കാരണം അവർ പറയുന്നത് അവിടെ ഇപ്പോഴും ആ ബില്ലുകൾ കൃത്യമായി പുതിയ നിരക്കോ അല്ലെങ്കിൽ പഴയ നിരക്ക് തമ്മിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അവർക്ക് ഇപ്പോഴും, കാരണം അവർ ഹോൾസെയിലായി വാങ്ങിയതാണ്, ആ ബില്ലുകളിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് GST ഇപ്പോൾ കൃത്യമായി തന്നെ GST അവർക്ക് ആ സമയത്ത് അടയ്ക്കേണ്ടി വരുന്നില്ല. അത് ഈ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് അത് അടയ്ക്കേണ്ടി വരുന്നത്, കോമ്പൗണ്ടിങ് ടാക്സ്. ആ സമയത്ത് അവർക്ക് മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി GST അവരെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ആ കടകൾ ഇനിയും സമയമെടുക്കും. കാരണം ഒരാഴ്ചയെങ്കിലും എടുക്കും ആ പുതിയ നിരക്ക് ചെറിയ കടകളിൽ പ്രതിഫലിക്കാനായി. അപ്പോൾ അവിടെ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ അത് മാറ്റി നിൽക്കുകയാണെങ്കിൽ മറ്റെല്ലായിടത്തും തന്നെ പുതിയ GST വന്നതോടുകൂടി ആ നിരക്കിൽ തന്നെയാണ് സാധനങ്ങൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. അൻഫ്രഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. GST സ്ലാബിലുണ്ടായ മാറ്റം പ്രതിഫലിക്കുകയാണ് വിപണിയിൽ. പക്ഷേ ചെറിയ കടകളിലൊന്നും അത് അത്ര കാര്യമായി പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും ദിവസങ്ങളെടുക്കും അത് ഈ തരത്തിലേക്ക് മാറാൻ.